ചെറിയൊരു ട്രിപ്പ് പോവാണ് ഗൈസ്. രാവിലെ തീരുമാനിച്ച് ഈവനിങ് ഇറങ്ങി. ഇപ്പോൾ നേരെ ഞാൻ എറണാകുളത്തേക്ക് പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂട്. 6:35 ബസ് ഉള്ളത്. പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നല്ല ട്രാഫിക്കാണ്. അപ്പോൾ ഞാൻ പോകുന്നത് മൂന്നാറിലേക്കാണ്. മാത്രമല്ല ഒരു കൂട്ടം സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒപ്പം ഒരു കിടിലൻ മൂന്നാർ യാത്ര. അപ്പം ശരി ഗൈസ്, പോയി പൊളിച്ചിട്ട് വരാം. ഗൈസ് ഇറങ്ങി വന്നതല്ല, ഇനി കയറിപ്പോണം. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ഇവിടെ പൈലിങ് നടക്കുകയാണ്. ഇവിടെ മൊത്തത്തിൽ ബ്ലോക്കാണ്. വെഞ്ഞാറമൂട് വഴി വരാൻ പ്ലാൻ ഇടുന്ന ആൾക്കാരൊക്കെ ഇനി ഒരു 1.5-2 വർഷത്തേക്ക് ഈ റൂട്ട് പിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബസ് വരാനായിട്ട് 6:30 ആവും. ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു ചായയും കുടിച്ചിട്ട് അവിടെ പോയി വീണ്ടും നിൽക്കാം. അതെൻ്റെ ബസ്സാണോ? ഇന്നിപ്പോൾ ബസ് വന്നപ്പോഴേ ലേറ്റായിട്ടാണ്. 7 മണി കഴിഞ്ഞു. 6:30 വരേണ്ടാണ്. കൊട്ടാരക്കര എത്തി ഗൈസ്. പക്ഷേ ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും നിർത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോവാം. എനിക്കിപ്പം അധികം വിശപ്പ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ആഹാ, വിശപ്പ് അടിച്ചു തുടങ്ങിയ ചേട്ടാ എവിടെ ഇറങ്ങണം? ചങ്ങനാശ്ശേരി. കോട്ടയം എത്തുമ്പോഴാണ് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തുന്നത്. ഇപ്പോൾ ടൈം 8:15 ആയിട്ടുള്ളൂ. അവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു 10-11 മണിയൊക്കെ ആവുമായിരിക്കും. ഒരു 2 മണിക്കൂറോളം ഇനി ടൈമുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് കിടന്നുറങ്ങാം. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറപ്പിച്ച് വിടുകയാണ്. RSC 725 ഈ ബസ്സിലാണ് ഞാൻ വന്നത്. പിന്നെ കോട്ടയം എത്തി. ബസ് യാത്ര നരക യാത്ര തന്നെ ഗൈസ്. ഞാൻ ഇവിടെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ കണ്ടൊരു ബിൽഡിംഗാണ്, ഞാൻ കാണിച്ചു തരാമേ. ഒരു ഷിപ്പൊക്കെ പോലെയുണ്ട്. അയ്യോ, വെള്ളം മേടിക്കാൻ പോകുമ്പോഴത്തേക്കും ബസ് എടുത്തോങ്ങനെ പോകണമെന്തോ. സീറ്റ് റിസർവ് ചെയ്തതിൻ്റെ അഹങ്കാരമാണ്. എല്ലാവരും കയറി സീറ്റ് ഇരിക്കുമ്പം ഞാനിങ്ങനെ കറങ്ങി നടക്കും. കാരണം എൻ്റെ സീറ്റിൽ ആരിരുന്നാലും എനിക്ക് എണീപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് സീറ്റൊക്കെ റിസർവ് ചെയ്തിട്ടൊക്കെ വരണം കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ വൈറ്റിലിറങ്ങി. എൻ്റെ ബസ് ഇതാ പോകുന്നു. ബൈ ബൈ ബസ്സേ. ഇനി ഇവിടെ നിന്ന് ഒരു യൂബർ എന്തെങ്കിലും എടുത്തിട്ട് ടാൾഡ്രോപ്പിൻ്റെ ഓഫീസിലോട്ട് പോകണം. ചേട്ടാ ഒരു ചായ, പഴംപൊരി കഴിക്കാം. സെറ്റ് ചായ ഗൈസ്, അടിപൊളി. ഗൈസ് അപ്പോൾ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു. പിന്നെ യൂബർ വന്നിട്ട് നേരെ ടാൾഡ്രോപ്പിൻ്റെ ഓഫീസിലോട്ട് പോകാം. യൂബറിന് 75 രൂപയുള്ളൂ. ഞാനിവിടെ ഉള്ളൊരു ഓട്ടോക്കാരൻ്റെ അടുത്ത് റേറ്റ് ചോദിച്ചപ്പോഴത്തേക്കും 130 രൂപയാണ്. ഞാൻ ചുമ്മാ ചോദിച്ചാണ്, യൂബറെ എടുക്കത്തുള്ളായിരുന്നു. ആൾക്കാരെ പറ്റിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയല്ലേ. യൂബറൊന്നും ഇല്ലെങ്കിൽ ഇവർ പറയുന്ന തന്നെ റേറ്റ്. ഓട്ടോ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ സ്പോട്ടിലെത്തി. ഗൈസ് എന്നോട് ഉള്ളിലോട്ട് ചെല്ലാൻ പറഞ്ഞു. കാർ പാർക്കിങ്ങിൻ്റെ ഇവിടുന്ന് ലിഫ്റ്റ് എടുക്കാം. ലിഫ്റ്റ് എടുത്തിട്ട് 2nd ഫ്ലോറിലാണ് പോയത്. ഓക്കെ, 2-ലെത്തി. ഗൈസ് എത്തി. അരുണ എന്നാ, അയ്യോ വ്ളോഗാണ് കേട്ടോ. അവനെ ഞാൻ കാണാറുണ്ട് വീഡിയോയിൽ. പേരെന്താ? അനന്തു. പേരെന്താ? ജുനൈദ്. ഓക്കെ, ഷെയ്ൻ. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെയായിരുന്നു? എവിടെ സ്ഥലം? എവിടെ? മലപ്പുറത്താണ്. ഞാൻ ടാൾഡ്രോപ്പിൻ്റെ ടെഗൈൻ എന്ന IT ഹബിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ മുസിഫ്ര എന്ന് തന്നെ പേര്, അങ്ങനെ തോന്നേണ്ട പേര്. കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം വരും. പിന്നെ കുറേ ആൾക്കാർ ഇനി വരാനും ഉണ്ട്. ഇവിടെ അടിപൊളിയാണ് ഗൈസ്. ഒരു കിട്ടിലൻ ഓഫീസ് ഇതാ കണ്ടോ, എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ? ഇപ്പോൾ ഒരു അടിപൊളി ഓഫീസ്. ഞാനിപ്പം ഇവിടെ റെസ്റ്റ് എടുക്കുവാണ്. ഇനി ഉള്ളിൽ വേണമെങ്കിൽ ഉള്ളിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും. എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ല. ഇനിയിപ്പോൾ പിന്നീട് അങ്ങനെ ഉറക്കം വരുമെന്തോ. സോറി ഗൈസ്, മുസിഫ്ര എന്നല്ല, മുസ്ഫിറ എന്നാണ് പേര്. ഓക്കെ, ഞാൻ ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ്. പുറത്ത് വല്ല തട്ടുകട എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് വരാം. എന്തായാലും ടൈമുണ്ട്. ചുമ്മാ ഇവിടെയൊക്കെ ഒന്ന് നടന്നിട്ടൊക്കെ വരാം. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. ബാക്കി വന്നവരൊക്കെ അവരുടെ ഫ്രണ്ട്സും ഫാമിലി അങ്ങനെയൊക്കെയാണ് വന്നത്. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ് വന്നത്. എല്ലാവരും കമ്പനിയാവും. കുറച്ച് പേരൊക്കെ കമ്പനിയായി. പിന്നെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആവേശം മൂവിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരനാണ്. പൊളിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആളിനെ ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവരാം. ശരി. എടാ എന്താ മൂന്നല്ലായിരിക്കും? പിന്നെ അത് ഓരോ വിഷയത്തിൽ വെച്ച് പൊട്ടേന്റെ ഒരു സങ്കടം. പിന്നെ 4 വിഷയം പൊട്ടി എനിക്കില്ലാത്ത വിഷയം എനിക്കെന്തിനും ഇത് ഓവറായിട്ടോ. ട്രിപ്പ് ഇപ്പോൾ പൊളിയായിട്ട് വരണമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ കുറേ ഉണ്ടെങ്കിലും ഞാനൊറ്റയ്ക്കാണല്ലോ. എനിക്കങ്ങനെ എല്ലാവരും പരിചയമൊന്നുമില്ല. എല്ലാവരും അല്ല, എനിക്ക് ആരെയും പരിചയമില്ല ഇതിൽ. അപ്പോൾ
അപ്പോൾ എല്ലാവരും ഇനി പരിചയപ്പെടണം. ഞാനൊരു ഡബിൾ ഓംലേറ്റും ഒരു ഗ്രേപ്പ് ജ്യൂസും പറഞ്ഞു. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. ഫോർമാൽ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് പറ്റുമെങ്കിൽ അവിടേക്കൊന്ന് കയറാം. എന്ന് തിരിച്ചു പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. 1ഉം 2ഉമാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് 1-ാം തീയതി അല്ലേ, അപ്പോൾ ഇന്ന് നാളെയാണ് ട്രിപ്പിൻ്റെ ഡേറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോകണമെന്ന് നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം. ഗൈസ്, ഇവിടുത്തെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാമേ. ഇവിടെയും ഒരു ലിഫ്റ്റുണ്ട്, ഇവിടെയും ലിഫ്റ്റുണ്ട്. ഞാൻ ലെഫ്റ്റ് സൈഡിലെ സ്വിച്ചിൽ താക്കുമ്പം റൈറ്റ് സൈഡിൽ ഓപ്പൺ ആവും. ഇവിടെയാണ് ഞാൻ ഞെക്കിയത്, പക്ഷെ ഓപ്പൺ ആയത് ഇവിടെ. കൊള്ളാലോ ടെക്നോളജി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം ഒന്ന് പറഞ്ഞ് ഒന്ന് പരിചയപ്പെടാം ജസ്റ്റ്. അപ്പം നമ്മൾ റൊസേവോൻ്റെ ആദ്യത്തെ ക്യാമ്പാണ്. നമ്മൾ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. നമ്മൾ ഹണിമൂൺ ട്രിപ്പും ഫാമിലി ട്രിപ്പും ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യത്തെ ക്യാമ്പാണ്. അതുപോലെ വരും ക്യാമ്പുകളൊക്കെ നമ്മൾ ഡൽഹി, ആഗ്ര, ജയ്പൂർ അങ്ങനത്തെ ഒരു ക്യാമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിത്ത് എന്താണ് ബസ്സിൽ എല്ലാം വാങ്ങാണ്ടിയുണ്ട്. എന്ത് ഓഫർ ചെയ്തിട്ടുണ്ട്? വേണ്ട സാധനം എന്താണ്? ഒരു കോർഡിനേറ്റർ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ബസ് വന്നിട്ടുണ്ട്. ട്രിപ്പ് ഓണായി, വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. ആംഗ്രി ബേർഡ്. ഗൈസ്, അപ്പോൾ പെട്രോൾ അടിക്കാനായിട്ട് പെരുമ്പാവൂർ നിർത്തിയതാണ്. ബസ്സിനകത്ത് ഒരു രക്ഷയില്ല കേട്ടോ, പൊളിക്കണം അവിടെ. ഗൈസ്, നല്ല കോണയാണ്, ഇടിലും ക്ലൈമറ്റ്. സൺറൈസ് ആണ്, സൈഡിലോട്ട് നോക്കണം. നമ്മളൊന്ന് ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നേനെ. അവനെവിടെ ഇറക്കിയിട്ട് വേണം തിരിച്ചു കൊണ്ടുപോട്ടാ. കാണുന്നത് 2 ടവറുകളാണ്. വൈദ്യുതി നിലയം ഇടുക്കിയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. വൈദ്യുതി ടവറാണത്. ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചീയപ്പാറ വാട്ടർഫാൾ ആണ്. അവിടെ ചെന്നിട്ട് ഇനി ഒന്ന് ഫ്രഷായി, അവിടെ നല്ലേ ചീയപ്പാറ അല്ലേ നെക്സ്റ്റ് ആദ്യം നമ്മൾ കാണും. അതിനുശേഷം നമ്മൾ നേരെ ഓക്കെ. അടിമാലി എന്നാണോ? ചീയപ്പാറ അല്ലേ? ഓക്കെ ഓക്കെ. ലോകത്തിൻ കഥയറിയാതെ मैं तेरा रास था जो भी है सब मेरा तेरे हवाले कर दिया जिस्म का हर रुआ तेरे हवाले कर दिया बना 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 घूमती हवा है घूमती हवा तुम भी तो आए नहीं पास यहाँ ज़ादिश में शामिल सारा जहाँ है വെള്ളിക്കോലിച്ചിട്ട കാലച്ചക്കൽക്ക കാത്തിരിക്കും എന്റെ ഹൃദയം നിനക്കു മാത്രമാ സുന്ദരിയേവാ വെണ്ണിലവേവാ. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ചീയപ്പാറ വാട്ടർഫാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ബസ് അധികം നേരം ഇട്ടേക്കാൻ പറ്റൂല കേട്ടോ. ഇവിടെ ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട്. ബസ്സിൽ നിന്ന് ആരും ഇറങ്ങിയില്ല, ഞാൻ ഫസ്റ്റേ ചാടിങ്ങി ഇറങ്ങി. ഗൈസ്, ഞാനൊരു കിടിലൻ വ്യൂ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ചീയപ്പാറ വാട്ടർഫാള്. എന്ത് ഹൈറ്റിൽ നിന്നാണ് വരുന്നത് നോക്കിയാൽ. കിടിലൻ വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലൻ വ്യൂ, അടിപൊളി.
അവിടെ നിന്ന് ഒഴുകി ഇങ്ങോട്ട് പോകുന്ന സ്ഥലമാണ്. കിടിലൻ വ്യൂ അല്ലേ. നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ് കേട്ടോ. ഇവിടെ ഇത്രയും വെള്ളമാണെങ്കിൽ ഇവിടെ ഭയങ്കര മൂത്രം നാറ്റം. ഭയങ്കര സ്മെല്ലല്ലേ ഇവിടെ, മൂത്രം വെള്ളം കണ്ടപ്പോൾ മുള്ളിപ്പോയിരിക്കും. കൊള്ളാം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള ടൈമായി. ഇനി എൻ്റെ ടീമിലുള്ള ആൾക്കാരോട് വിളിക്കട്ടെ. ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഗ്രൂപ്പായിട്ട് എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് പിന്നെ ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് റീൽസ് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് കുറച്ച് അടിപൊളി ഷോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ പള്ളി, എന്തൊരു സ്മെല്ലിത്. അടുത്തൊരു മൂത്രപ്പുരയാണ് കേട്ടോ അവിടെ കാണുന്നത്. അതിലൊന്നും ആരും കയറില്ല എന്ന് തോന്നുന്നു, എല്ലാവരും പുറത്തായിരിക്കും ചെയ്യുന്നത്. ഇത്രയും ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാൻ ബസ്സിലും അധികം ചാടാനും തുള്ളാനൊന്നും നിന്നൊന്നുമില്ല. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി എന്തെങ്കിലും ഫുഡും കൂടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സെറ്റാവും. நான் சாயும் தோல்வி வேறரும் சாய்ந்தாலே தகுமா நீரும் செம்புலை சேரும் கலங்கள் போலே கலங்கள் ഇപ്പൊ അടിമാലി എത്തി. ഇവിടെ നമുക്ക് ഇനി റൂം എടുത്തിട്ട് ഒന്ന് ഫ്രഷായി നമുക്ക് ഇവിടെ നിന്ന് പോവാം. എനിക്കൊന്ന് കുളിച്ചാൽ മതി. പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് കുളിക്കാനുള്ള തോർത്തും കാര്യങ്ങളൊന്നും മേടിച്ചില്ല. തോർത്തുണ്ടോ? ആ, തോർത്തും കിട്ടി, അമൃതാഞ്ജനും കിട്ടി, ഒരു ചെറിയ സോപ്പും കിട്ടി. ഇനി പോയൊന്ന് കുളിച്ച് ഫ്രഷായി ഫുഡും കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പോയി കിടന്ന് ഉറങ്ങാം. അല്ലാതെ പിന്നെ ഇനി തുള്ളാൻ പോണ്, വേറെ ജോലിയില്ല. വല്ലാത്ത കുഴപ്പം തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ. എനിക്ക് ട്രിപ്പ് പോകാൻ ഇഷ്ടമാണ്, പക്ഷേ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ വയ്യ. അതും ഈ ബസ്സിലൊന്നും എനിക്ക് പറ്റണില്ല. വല്ല കാറുകാനാണെങ്കിലും കുഴപ്പമില്ല, കാറും ബൈക്കാണെങ്കിലും കുഴപ്പമില്ല. ബസ്സാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തളർന്നു പോകുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത്രയും ആൾക്കാർ നോക്കുമ്പോഴും ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ചമ്മി നാല് പണ്ടാറ അടങ്ങിയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ നോക്കുമ്പം എന്തോ പോലെ ആവണമുണ്ട്. പിന്നെ ഇവിടെ ആർക്കും എന്നെ അറിഞ്ഞൂടാ എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. എൻ്റെ നാട്ടിൽ എനിക്ക് പറ്റൂല. നടക്കുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കണം എന്ന് നോക്കിയാണ് ഞാൻ നടക്കുന്നത്. ബാഗിനാണെങ്കിൽ ഒടുക്കത്ത വെയിറ്റും. ഒരു അടിപൊളി പള്ളി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വലിയ കുന്ന്, ഇവിടെ എല്ലാം സ്ഥലങ്ങളൊരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, ഇനി ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാമേ. എൻ്റെ പൊന്നോ, ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ജാളിയാ, വേറെ ലെവല്. അപ്പോൾ കുളിച്ച് ഫ്രഷായി ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇത്രയും സാധനങ്ങളോടെ ഉണ്ട്, ഏത് വേണേലും എടുക്കാം. ഗൈസ്, അപ്പോൾ പൂരി കഴിച്ചു കഴിഞ്ഞു. ഞാൻ പിന്നെ ഇപ്പം ഒരു അപ്പവും ഒരു വീശപ്പവും എടുത്തു. ചേട്ടാ പോട്ടെ, ശരി, കാണാം. പേരെന്തായിരുന്നു? കുഞ്ഞൻ. ഓ, ഇവിടെ തന്നെ സ്ഥലം? ഓക്കെ, അപ്പോൾ കാണാം. ശരി. കഴിച്ചു കഴിഞ്ഞില്ലേ? കടലക്കറി എടുത്തായിരുന്നാ? എനിക്ക് കടലക്കറി ഇഷ്ടപ്പെട്ടില്ല, അത് ഇമാതിരി കഴി. പൂരിയാ? പൂരിയല്ലല്ലോ അതിൽ രണ്ടാ. ഓക്കെ, അപ്പം ഞാൻ ബസ്സിൽ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി നേരെ ബസ്സിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ അടിമാലിയിൽ വന്നിട്ട് ചോക്ലേറ്റ് ഒക്കെ നോക്കുമ്പം അതുകൊണ്ട് ഈ ഒരു ബോക്സിനൊക്കെ വരുന്നത് 100 രൂപയാണ്. ഈ ഒരു ബോക്സ് അലുവയ്ക്ക് 100 രൂപ. മൂന്നാറിലും കൂടെ പോയിട്ട് അവിടുത്തെ ചോക്ലേറ്റിൻ്റെ റേറ്റ് കൂടെ നോക്കിയിട്ട് എവിടെയാണ് കുറവെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മേടിക്കാം. ഗൈസ്, അങ്ങനെ നല്ല ബ്ലോക്കാണ്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇവിടുത്തെ സീനറിയൊക്കെ നോക്കിയിരിക്കുകയാണ്.
മൂന്നാറെത്തി. എല്ലാരും കൂടി ഇറങ്ങി നടക്കുവാണ്. ഇനി ബസ്സുകാരൻ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ കയറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുള്ള് ബ്ലോക്ക് കണ്ടോ. എല്ലാ വണ്ടികളും പെട്ടു. അവധി ആയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കാണ് ഇവിടെ മൊത്തം. ഇനി എന്തായാലും മാട്ടുപ്പെട്ടി ഡാമൊന്നും കാണണ്ട, നേരെ പോയിട്ട് വല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കാം. ഓക്കെ ചേട്ടാ, ഫുള്ള് ബ്ലോക്ക്. അങ്ങോട്ടോ ലിക്വിഡ് മണി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വല്ല മേടിച്ചു തരാം. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരു ഫോണിലും റേഞ്ചും ഇല്ല. ഇവിടെ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നുമില്ല. ആരുടെ കയ്യിലും ലിക്വിഡ് ക്യാഷും ഇല്ലായിരുന്നു. പിന്നെ ഒരു ബസ്സുകാരൻ്റെ നിന്ന് 500 രൂപ ഒപ്പിച്ച്. ബാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ ബസ്സിലുള്ള ആൾക്കാരാണ്. ബസ് ഇരിക്കണേ കാട്ടി അടിപൊളിയാണ് നടന്നു പോകാനായിട്ട്. അങ്ങൊരു കടയുണ്ട് അങ്ങ് ദൂരെ, അവിടെ പോയിട്ട് എന്തെങ്കിലും മേടിക്കാം. തൽക്കാല ആശ്വാസത്തിന് നമ്മൾ കുറച്ച് ക്യാരറ്റ് മേടിച്ചു. ക്യാരറ്റ് അവര് അതിലിട്ടാണ് കഴിയുക. കണ്ട കഴിയ വെള്ളം കണ്ട. നമ്മള് ബ്ലോക്ക് കാരണം മാട്ടുപ്പെട്ടി ഡാമിൽ ഇറങ്ങാൻ പ്ലാൻ ഇല്ലായിരുന്നു. നമ്മുടെ വണ്ടിയൊക്കെ അങ്ങ് കിടക്കണേ ഉള്ളൂ. നമ്മൾ ഇറങ്ങി നടന്നു വന്നിട്ട് ഇനി മാട്ടുപ്പെട്ടി ഡാമൊക്കെ കണ്ടിട്ട് ഇവിടെയൊക്കെ പയ്യെ നിന്നാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി എത്തുള്ളൂ. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം ഡാമിൻ്റെ മുകളിൽ കിടക്കുന്നതാണ്. തിരക്ക് കാരണം. ഡാമിൻ്റെ നേരെ താഴെയുള്ള വ്യൂ ഉണ്ടോ? കുറേ പശുക്കളൊക്കെ അവിടെ നിൽക്കുന്നത്. മൊത്തം ആൾക്കാരും ഡാമിൽ പെട്ട്. ഒരു ഷട്ടറാണ് ഓപ്പൺ ആക്കിയിട്ടുള്ള. ബ്ലോക്ക് ഇതുവരെ മാറിയില്ല കേട്ടോ, ഫുള്ള് ബ്ലോക്ക്. ക്യാരറ്റ് ഇതുവരെ നിർത്തിയില്ലേ ബ്രോ? എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? പൊളിയല്ലേ? നല്ല തണുപ്പാണ്, അടിപൊളി. ഞാൻ വീണ്ടും അങ്ങ് ഇറങ്ങിയ പൊട്ടിക്ക് ഷോൾഡറിൽ. ഇപ്പൊ കറക്റ്റ് പൊട്ടിച്ചോ? എത്ര എണ്ണം പൊട്ടിക്കണോ? 5 എണ്ണോ? എത്ര രൂപ? 50 രൂപയ്ക്ക് 5 എണ്ണം പൊട്ടിക്കണം. ഇവിടെ കിടന്നൊരു ടാക്സിയാണ്. കൊള്ളാലോ, കിടിലം പെയിന്റൊക്കെ അടിച്ച്. അപ്പോഴേ നമ്മള് പൊങ്ങി പോവില്ലേ? ഫോട്ടോ അല്ല, വീഡിയോ ആണ്. Yo guys, so we are going to എവിടെ നമ്മൾ പോകുന്നത്? എക്കോ പോയിന്റ്. ഓക്കെ, എന്താന്ന് എന്തിനാണ്? ഫുഡ് കഴിക്കാൻ. ഓക്കെ, നമ്മൾ എപ്പോഴും ഫുഡ് കഴിച്ചോണ്ടിരിക്കണം അല്ലേ ബേബി? ഹലോ സുഹൃത്തുക്കളെ, എടാ നീ ആനയെ നോക്കണം. ആന സ്പോട്ട്. Your name? കാട്ടുപോത്തല്ല, കാട്ടുപശു. അടിപൊളിയാ. ചേട്ടാ വ്ലോഗ് എടുക്കണേ, ഒന്ന് ഹായ് പറ. ഹായ് പറ. ഹായ് തങ്കപ്പൻ. ഇവന്റെ വ്ളോഗാണ് തങ്കപ്പൻ. ചേട്ടാ ഫേമസ് ആയിരുന്നു, ആളുകൾ യൂട്യൂബിൽ വരും.
കഴിച്ച അറിയില്ലെന്ന് വിചാരിച്ചു. നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിലെത്തി. നമ്മുടെ ഫുഡിന്റെ സ്പോട്ട്. പാത്രം ഒന്നും വേണ്ട ഇവിടെ എല്ലാം റെഡി. താങ്ക് യു. അപ്പോൾ നമ്മൾ മൂന്നാർ ഹിൽ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ടൈം നമുക്ക് കാണാൻ പറ്റാത്ത രീതിക്ക് ആയി കഴിഞ്ഞു. അതുകൊണ്ട് നൈറ്റ് ആയി. നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ക്യാമ്പിലേക്ക് പോവാം. തണുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ. രാത്രി എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല തണുപ്പായിരിക്കും. ഇനിയിപ്പം നമ്മൾ നേരെ ക്യാമ്പ് നടക്കുന്നിടത്തോട്ട് പോവാണ്. അതിന് കുറച്ച് നടക്കാനുണ്ട്, ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്. ഇതെത്ര ബ്രോ? 120. ഹോം സ്റ്റേ റെഡി ആക്കിയിട്ടുണ്ട്. ലേഡീസിന് ഇവിടെ 4 റൂം റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ചേച്ചി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു റൂമിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 4 റൂമിൽ ഒരു റൂം ആ ചേച്ചിക്ക് കൊടുക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ വണ്ടിയിൽ നിന്ന് ലഗേജ് എടുക്കുക, ഇപ്പോൾ റൂമിലേക്ക് വെക്കുക താഴത്തേക്ക്. 2 റൂം അത്യാവശ്യം ലേഡീസ് യൂസ് ചെയ്യുക, ബാക്കിയുള്ള 2 റൂം ബോയ്സ് യൂസ് ചെയ്യുക. ചായ കുടിക്കാൻ വന്നതാണ്, തണുത്തിട്ട് വയ്യ. ചായ, വട, പഴംപൊരി. ഫ്രഷായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ടെൻറ്റിലോട്ട് പോവാം. ടെൻ്റ് എവിടെയാടാ? ടെൻ്റ് എവിടെ? ഫുഡെല്ലാം അവിടെയാണോ? ബാർബിക്യൂ എല്ലാം ഉണ്ട് അവിടെ തന്നെ. ആ, ജാക്കറ്റ് ഉണ്ട്. ഗൈസ്, ഒരു 200 മീറ്റർ കൂടെ ഉണ്ടെന്നാ പറഞ്ഞേ നമുക്ക് നേരെ ടെന്റിന്റെ അടുത്തോട്ട്. എന്തൊരു തണുപ്പ് എൻ്റെ ഉണ്ട്. എൻ്റെ കുറച്ച് മറ്റേ കട്ടിയുള്ള കുട്ടിക്കുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, പിന്നെ അപ്പുറത്ത് കൊടൈക്കനാലല്ലേ? അത് കാണുന്നത് തമിഴ്നാടല്ലേ? കേരളാണോ? 300 മീറ്റർ അങ്ങാണ്ടൊക്കെ ഉണ്ട്. ഈ നമ്മളീ പോണ വഴിയൊക്കെ കടകളൊക്കെ ഉള്ളതാണ്. ബാക്കി ആൾക്കാര് കൊണ്ടുവരാൻ വേറെ ടീം ഉണ്ടെന്ന്. അട്ട ഉണ്ടോ? അട്ട ഇല്ലേ? അട്ട ഇല്ല. നമ്മൾ ടെന്റിന്റെ അടുത്തെത്തി. ടെന്റ് തോലെ അങ്ങ് താഴെയാണ്. ആ ലൈറ്റ് കാണുന്നുണ്ടോ? അവിടെയാണ്. ഓക്കെ ഓക്കെ, ഇറങ്ങിക്കോളൂ. ഇവിടെയൊക്കെ പിടിച്ചിറങ്ങിക്കോ. കുഞ്ഞു പടിയാണ് കേട്ടോ, നോക്കിയോണം. നോക്കിയോ, ആ സൈഡ് പോലെ. ബക്കറ്റ് എടുത്ത് വെള്ളം കൊണ്ട് പോണം. എന്റെ പള്ളി ഇതെന്തോ. അയ്യാ, ഇവിടുത്തെ വഴിയൊക്കെ ഇനി നാളെ രാവിലെ ആയിട്ട് കാണിക്കാം. ഇപ്പൊ കാണിച്ചിട്ട് കാര്യമില്ല. പള്ളി ഇവിടെ സീന്. എല്ലാവരും ഉണ്ടേ. ആ, പയ്യ ഇറങ്ങണേ. ആ സൈഡ് പോവല്ലേ? പോയാ അങ്ങ് പോയി. എവിടെ പോയി നിൽക്കുമെന്ന് അറിഞ്ഞൂടാ. പയ്യ ഇറങ്ങ. നിന്നില്ലേ? ഇനി ബാക്കിലാണോ? അവിടെ പയ്യ. അവിടെ എന്തോ മ്ലാവ് എന്തോ വിളിക്കുന്ന സൗണ്ടൊക്കെ കേട്ട് എണിച്ച് നേരെ കുഴിയിലോട്ട് പോവും. ഇവിടെ നിന്ന് ടെന്റിൽ നിന്ന് ഇറങ്ങും, നേരെ മുന്നോട്ട് നടന്നാ കുഴി. അങ്ങോട്ട് അവിടെ എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നത്. ബ്രോ, ലൈറ്റ് അങ്ങോട്ട് അടിച്ചേ, ലൈറ്റ് അങ്ങോട്ട് അടിച്ചേ. രാത്രി പെട്ടെന്നായിരുന്നു സംഭവം. ടെന്റ് അളവി നമ്മുടെ ടെന്റ്. പിന്നെ അത് പറഞ്ഞാണെങ്കിൽ പോട്ടല്ലേ. അത് ഓഫ് ചെയ്തോ. ഓക്കെ, സെറ്റ്.
പറയണ്ടേ അകത്ത് വലിയ തണുപ്പ് വരില്ല കേട്ടാ. കൊള്ളാം. നമ്മളെ ടെന്റിനകത്ത് കയറി. ഇവിടെ അധികം തണുപ്പൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് കൂടെ ഇടുമ്പം സെറ്റായിരിക്കും. സെറ്റ്. ഒരു ടെന്റിൽ 4 പേര്. അതെന്ത് സാധനം? അതെന്തോന്ന്? എന്തെങ്കിലും ഇടാനായിട്ടാണോ? ഫോൺ ഇടാനായിരിക്കും. ഈ സൈഡിലും ഉണ്ട്. ഇവിടെ ലൈറ്റ് വന്നു. പൊളി. മേളിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ബാക്കി കാര്യങ്ങളൂടെ ഷൂട്ട് ചെയ്തിട്ട് അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. അവനെ പമ്പിളൊന്ന് മാറ്റാൻ ഒറ്റ പട്ടം പിടിച്ചെടുക്കാം.